ഇടതുകോട്ടയായ എലത്തൂർ മണ്ഡലത്തെ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നേറ്റ തിരിച്ചടി ആവർത്തിക്കുമെന്നും എലത്തൂരിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും വിദ്യാ ബാലകൃഷ്ണൻ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ വിവാദങ്ങളില്ലെന്നും പാർട്ടി കൃത്യമായി ഇടപെട്ടെന്നും വിദ്യാ ബാലകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. രൂപീകൃതമായ കാലം തൊട്ടേ ഇടതുകോട്ടയായ എലത്തൂരിൽ ഇത്തവണ UDF-ന് വേണ്ടി മത്സരിക്കുന്നത് വിദ്യാ ബാലകൃഷ്ണനാണ്. ഇപ്പോൾ കന്നി മത്സരത്തിന് ഇറങ്ങാൻ പോവാണ്. 2 തവണ കൗൺസിലറായിരുന്നു. എങ്ങനെയാണ് വിജയപ്രതീക്ഷ? തീർച്ചയായിട്ടും വിജയിക്കും. പൊളിച്ചാൽ അല്ലെങ്കിൽ തകരാത്ത കോട്ടകളൊന്നും കേരളത്തിൽ ഇന്നില്ല എന്നതാണ് കേരളത്തിലെ പല ചരിത്രങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് തൊട്ടടുത്തുള്ള കുരുവട്ടൂർ പഞ്ചായത്ത്, അതുപോലെ തന്നെ ഇവിടെയുള്ള തലക്കുളത്തൂർ പഞ്ചായത്ത്, ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ പഞ്ചായത്തുകളിലെല്ലാം അതിശക്തമായിക്കൊണ്ട് UDF തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പഞ്ചായത്തുകൾ UDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒരു കാലത്തും UDF ജയിക്കാത്ത ജില്ലാ പഞ്ചായത്തിലേക്ക് 1-2 മെമ്പർമാർ മാത്രമാണ് പലപ്പോഴും ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചു വരാറുണ്ട്. ആ ജില്ലാ പഞ്ചായത്തിലൊക്കെ അതിശക്തമായ രീതിയിൽ UDF-ന്റെ മെമ്പർമാർ തിരഞ്ഞെടുക്കപ്പെട്ടു. UDF-ന്റെ ഒരു ഭരണസമിതി അധികാരത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ UDF ജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമുക്കൊരു ഗുണം ചെയ്യുന്നു തോന്നുന്നുണ്ടോ? എതിർ സ്ഥാനാർത്ഥി അതൊക്കെ LDF-വുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നത്. ഗുണമാവോ? അത് ജനങ്ങളാണ് ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടത്. സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അതൊക്കെ നേരിട്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ കെ സുധാകരൻ വിഷയമായാലും അങ്ങനെയൊന്നുമില്ല. അതിലൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മാധ്യമങ്ങളാണ് ആ രീതിയിലേക്ക് വളച്ചൊടിക്കുകയും അതുപോലുള്ള വാർത്തകൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട്. കാരണം കോൺഗ്രസ്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് പോലുണ്ട്, കാരണം കോൺഗ്രസ് പട്ടികയിൽ സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് പലപ്പോഴും ചർച്ച ഉണ്ടായിട്ടുള്ളത്. CPM-ന്റെയും BJP-യുടെ ആളുകളെ പറ്റിയൊന്നും നിങ്ങൾക്ക് എവിടെയും സംസാരിക്കാനുണ്ടായിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ പറ്റിയിട്ടാണ് ദിവസം സ്ഥാനാർത്ഥി പട്ടിക നിങ്ങളാണ്, എന്താ പറയുക, മാധ്യമങ്ങളാണ് പല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ടായത്. അതേപോലുള്ള കാര്യങ്ങൾ മാത്രമേ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളൂ. യാതൊരു തർക്കത്തിനും അവിടെ ഒരു പ്രസക്തിയുമില്ല. എലത്തൂർ എന്തായാലും തിരിച്ചു പിടിക്കും, ഉറപ്പായിട്ടും. അത് തന്നെയാണ് സ്ഥാനാർത്ഥി പറയുന്നത്. ഇത്തവണ എലത്തൂർ മണ്ഡലം UDF തിരിച്ചു പിടിക്കുമെന്നാണ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.